അടിഞ്ഞുകൂടിയ ദശലക്ഷക്കണക്കിന് ടൺ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ട്രക്കുകളിൽ നിറക്കുകയാണെങ്കിൽ അവയുടെ നിര തന്നെ നൂറുകണക്കിന് കിലോമീറ്ററുകളോളം ഉണ്ടാകും. പുനർനിർമ്മാണത്തിനായി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നഗരത്തിന്റെ അടിത്തറ കുഴിച്ചെടുക്കുന്നതിന് മാത്രം വർഷങ്ങളെടുത്തേക്കാം. പറഞ്ഞു വരുന്നത് യുദ്ധത്തോടെ കെട്ടിടങ്ങളുടെ ശവപ്പറമ്പായി മാറിയ ഗാസയെക്കുറിച്ചാണ്. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഗാസ. സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗാസയിലെ നഗരപ്രദേശങ്ങളുടെ ഭൂരിഭാഗവും തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് 10,000 കോടി ഡോളർ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് തന്നെ പല ചെറു രാജ്യങ്ങളുടെയും വാർഷിക GDP-യേക്കാൾ കൂടുതലായിരിക്കും. മറ്റൊരു കാര്യം, ആവശ്യമായ പണം ലഭ്യമായാൽ പോലും ഈ പ്രദേശം മുഴുവൻ പഴയപടിയാക്കാൻ 15 മുതൽ 20 വർഷം വരെ എടുത്തേക്കാം എന്നതാണ്. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ട യുദ്ധം ആധുനിക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഒരേ കെട്ടിടത്തിന്റെ വ്യത്യസ്ത നിലകളിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 3 തലമുറകളിൽ ഉൾപ്പെടുന്നവരപ്പാടെ തുടച്ചു നീക്കപ്പെട്ടു. ഇത്തരത്തിൽ ഓർമ്മകൾ പോലും അവശേഷിപ്പിക്കാതെ ഇല്ലാതായ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഗാസ യുദ്ധം പല മുൻകാല യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായത് ഫോണുകളിൽ കൂടി നയിക്കപ്പെട്ട യുദ്ധം എന്ന നിലയിലാണ്. മിസൈലുകൾ കൊണ്ട് മാത്രമല്ല ഈ യുദ്ധം നയിക്കപ്പെട്ടത്, സ്മാർട്ട് ഫോണുകൾ കൊണ്ടുകൂടിയാണ്. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ദശലക്ഷക്കണക്കിന് വീഡിയോകളാണ് പ്രവഹിച്ചത്. ചരിത്രത്തിലാദ്യമായി ഒരു യുദ്ധം ഓരോരുത്തരുടെയും ഫോൺ സ്ക്രീനുകളിൽ അരങ്ങേറി. തത്സമയം എല്ലാം കണ്ടിട്ടും ലോകത്തിന് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം സാധിച്ച ആദ്യ യുദ്ധമാണിത്.